കഥ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ, കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി നമ്മൾ കഥ പറയാം. അധികം ഇല്ലാത്തായിരിക്കും പറഞ്ഞു കൊടുക്കുക അല്ലെ. ഉള്ളതിന് ചരിത്രം എന്നാ പറയാ, ഹിസ്റ്ററി എന്നാ പറയാ അല്ലെ. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് ചരിതമാണ്, ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഖുർആൻ പറയുന്നത് ഒന്നും കെട്ടുകഥകളല്ല, അത് അസാത്തീറുകളല്ല, പഴയകാല കെട്ടുകഥകളല്ല, അതുപോലെ തന്നെ ഇതിഹാസങ്ങളല്ല, പിന്നെ വേറെന്തെങ്കിലും വസ്തുക്കളല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സസ് അലൈക وما كان لرسول أن يأتي بآية إلا بإذن الله فإذا جاء أمر الله قضي بالحق وخسر هنالك المبتلون. സൂറത്ത് ഗാഫിറിലെ 78-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. സൂറത്ത് ഗാഫിറിലെ 78-ാമത്തെ വചനം. അത് ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഭാഷാർത്ഥം പറഞ്ഞ് പിന്നെ അതിൻ്റെ ആശയം പറഞ്ഞ് അതിൻ്റെ തഫ്സീറിലേക്ക് തദബ്ബുറിലേക്കും കിടക്കാം ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ. വലഖദ് അർസൽനാ رسلا من قبلك منهم من قصصنا عليك ومنهم من لم نقصص عليك وما كان لرسول أن يأتي بآية إلا بإذن الله فإذا جاء أمر الله قضي بالحق وخسر هنالك المبتلون. ولقد വാവ് ആത്തിഫാണ്, ആയിട്ടുണ്ട്, ഇതും സംഭവിച്ചിട്ടുണ്ട്. വലഖദ് അർസൽന, വാവ് 3 തരം വാവാണുള്ളത്. ഒന്ന് വാവ് ആത്തിഫ്, അത് ചേർക്കേണ്ട വാവ്, ആൻഡ് എന്ന് പറയുന്നത് വാവ്. രണ്ടാമത്തത് വാവ് ഖസം, സത്യത്തിൻ്റെ വാവ്, വല്ലാഹി എന്ന് പറയുന്ന വാവ്. മൂന്നാമത്തത് വാവ് ഇസ്തിഗ്നാഫ്, ഒരു വിഷയം പറഞ്ഞ് വേറെ വിഷയം തുടങ്ങാൻ ഉപയോഗിക്കുന്ന വാവ്. വലഖദ് അർസൽന, നാം അയച്ചിട്ടുണ്ട്. ഖദ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിന്റെ പിന്നിൽ ഖദ് ഉപയോഗിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഹാസ് എന്ന രൂപത്തിലാണ് വരിക. വലഖദ് അർസൽന, നാം അയച്ചിട്ടുണ്ട്. റുസുലൻ, റസൂലിന്റെ ജംആണ് റുസുൽ. റുസുലൻ എന്നുള്ളത് മഫ്ഊലുൻ ബിയാണ്, ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് റുസുലൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ റുസുലുൻ എന്നാണ് വരേണ്ടത്. അത് ആരെയാണ് നാം അയച്ചത്? പ്രവാചകരെ. അപ്പോൾ അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് റുസുലൻ എന്ന് പറഞ്ഞു. മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്. മിൻഹും, അവരിൽപ്പെട്ടവരുണ്ട്. മൻ, ചിലർ. മൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, അതായത് ഒരു വിഭാഗം അല്ലെങ്കിൽ ചിലർ. ഖാസ്വാസീന, ഖാസ്വാസീന, ഖാസ്വ എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞിട്ടുണ്ട്. ഖാസ്വാസീന, നാം പറഞ്ഞു തന്നിട്ടുണ്ട്. അലൈക്ക, താങ്കളുടെ മീതെ. വമിൻഹും, അവരിൽപ്പെട്ടവരുണ്ട്. മൻ, ചില ആളുകൾ. ലം നഖ്സുസ്, മുദാരിയായ ഫിഅലിന്റെ പിന്നിൽ, പ്രസന്റ് ടെൻസിന്റെ പിന്നിൽ അറബിയിൽ ലമ്മ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഡ് നോട്ട് ഹാപ്പൻ എന്നാണ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഹാസ് നോട്ട് എന്നതിനപ്പുറം ഡിഡ് നോട്ട് ഹാപ്പൻ എന്നാണ്. ലന്ന് വന്നാൽ വിൽ നോട്ട് ഹാപ്പൻ എന്നുള്ളതാണ്, ഫ്യൂച്ചറിൽ സംഭവിക്കുകയില്ല. ഇപ്പം ലമ്മ് വന്നാൽ അത് പിന്നെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം ഉണ്ടാകുക. ലം നഖ്സുസ്, നാം പറഞ്ഞു തന്നിട്ടില്ല ചില ആളുകളെ. അലൈക്ക, താങ്കൾക്ക് പറഞ്ഞു തന്നവരുണ്ട്, പറഞ്ഞു തരാത്തവരുമുണ്ട്.
വമാ കാന ലിറസൂലിൻ വമാ കാന ലിറസൂലിൻ ഒരു പ്രവാചകനുമില്ല അയ്യഅ്തിയ ബിആയത്തിൻ ദൃഷ്ടാന്തമായി വരാൻ ഇല്ലാ ബിഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ സമ്മതമല്ലാതെ ഒരു പ്രവാചകനും ഒരു സൈനുമായി ദൃഷ്ടാന്തവുമായി വരാൻ കഴിയില്ല. ഫഇദാ ജാ അംറുല്ലാഹ് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ഖുളിയ ബിൽ ഹഖ് സത്യം കൊണ്ട് വിധിക്കപ്പെടും. വഹസിറ നഷ്ടത്തിലാകും. ഹുനാലിക അവിടെ ആ സന്ദർഭം അൽ മുബ്തിലൂൻ ബാത്തിലിനെ പിൻപറ്റിയ ആളുകൾ, അതായത് അസത്യവാദികൾ. ഒന്നുകൂടി അർത്ഥത്തിലേക്ക് പോവാണ്. വലഖദ് അർസൽനാ റുസുലൻ നാം അയച്ചിട്ടുണ്ട്, നമ്മുടെ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. മിൻ ഖബലിക താങ്കൾക്ക് മുമ്പ്. മിൻഹും മൻ ഖസസ്നാ അലൈക് അതിൽ നാം താങ്കൾക്ക് വിവരിച്ച് തന്നവരുണ്ട്. വമിൻഹും മൻ ലം നഖ്സുസ് അലൈക് അതിൽ താങ്കൾക്ക് നാം വിവരിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാത്തവരുമുണ്ട്. വമാ കാന ലിറസൂലിൻ അൻ യഅ്തിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് ഒരു പ്രവാചകനും ഇത് മറുപടി പറഞ്ഞായി. വമാ കാന ലിറസൂലിൻ അൻ യഅ്തിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് ഒരു പ്രവാചകനും അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാവുന്നതല്ല. എന്തായാലും ഫഇദാ ജാ അംറുല്ലാഹ് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ ഖുളിയ ബിൽ ഹഖ് സത്യം കൊണ്ട് വിധിക്കപ്പെടും. വഖസിറ ഹുനാലിക അൽ മുബ്തിലൂൻ ഇവിടെയാണ് അസത്യവാദികൾ പരാജയപ്പെടുന്നത്. പ്രവാചകന്മാരെ നിയോഗിച്ചു. രണ്ട് തരം പ്രവാചകന്മാരുണ്ട്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന ആളുകൾ. അതിനെ രണ്ട് വിഭാഗമായി ഖുർആൻ തിരിക്കുന്നുണ്ട്. അത് സൂറത്ത് നിസായിലും ഇതേ ആയത്ത് തന്നെ കാണാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വിശദീകരിച്ച് തന്നത്, അള്ളാഹു പറഞ്ഞു തന്നത്. രണ്ടാമത്തത് അള്ളാഹു പറയാത്തത്. ഇതിൽ റുസുലൻ എന്ന പദം ഉപയോഗിച്ച് അമ്പിയാക്കന്മാരുണ്ട് അല്ലേ? അത് നബിയും ജമ്മ അമ്പിയാവൻ. എത്ര അമ്പിയാക്കന്മാർ ലോകത്ത് വന്നന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എത്ര അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി 1,24,000. അതിലെത്ര പ്രവാചകന്മാരുണ്ട്? 313 പ്രവാചകന്മാർ. 313 റസൂലൻ. 313 പ്രവാചകന്മാർ. 313 ബദർ ഓർമ്മ വന്നുല്ലേ? ഒരു വേഗം ബദർ ഓർമ്മ വന്നു. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ കുല്ലു റസൂലിൻ നബിയുൻ വലൈസ കുല്ലു നബിയിൻ റസൂലുൻ. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല. വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ വ്യത്യാസം വന്ന് വ്യക്തമായി രണ്ട് അഭിപ്രായമാണ് പണ്ഡിതന്മാരുടെ അടിയിലുള്ളത്. ഏതായാലും വ്യത്യാസം എന്ന് പറയുമ്പോൾ റിസാലത്തുമായി വന്നത്, റിസാലത്ത് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥവുമായി വന്നത്, മെസ്സേജുമായി വന്നത്, അത് റസൂല് റിസാലത്ത്. അല്ല വെറുമൊരു മെസ്സഞ്ചറായിട്ട് ഒരു ഗ്രന്ഥമില്ലാതെ വന്നത് അമ്പിയാക്കന്മാർ. അപ്പം അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഏകദേശം ഖുറാനിൽ 25 പ്രവാചകന്മാരാണ് ഖുറാനിൽ വന്നത്. 25 പ്രവാചകന്മാരും ഖുറാൻ പറഞ്ഞത് ഏകദേശം ഈ മിഡിൽ ഈസ്റ്റുമായി, ഈ ഏഷ്യയുമായി, ഈ ഏരിയയുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരാണ്. യൂറോപ്പിലെ പ്രവാചകന്മാർ വേണ്ടേ? വഇമ്മിൻ ഖറിയത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഒരു പ്രവാചകന്മാരും കടക്കാത്തൊരു ഗ്രാമം പോലും സംഭവിച്ചിട്ടില്ല. സൂറത്ത് നഹലിലെ 36 കാണാൻ കഴിയും. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബി തഊത്ത്.
എല്ലാ ഉമ്മത്തും തന്നെ കഴിഞ്ഞില്ലേ, എല്ലാ സൊസൈറ്റിയിലും പ്രവാചകന്മാർ വന്നിട്ടുള്ളതാണ്. പിന്നെയും ഖുർആനിൽ കാണാൻ കഴിയും വലിക്കുല്യ ഖൗമിൻ ഹാദുൻ, എല്ലാ സൊസൈറ്റിക്കും ഒരു ഗൈഡൻസ് ഉണ്ട്. അതെന്തിനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനി നിങ്ങളതിന് ശേഷം പ്രവാചകന്മാർ വന്നില്ല എന്നിട്ട് രക്ഷപ്പെടാൻ നിൽക്കണ്ടെന്ന്. അപ്പം എല്ലാ പ്രവാചകന്മാരും എന്നുള്ള, അപ്പം ഇതിന് നമ്മളെ ദഅ്വ മേഖലയിലേക്ക് ഉത്തരം കൊടുക്കൽ, ഇന്ത്യയിൽ കൃഷ്ണൻ പ്രവാചകനാണോ ശ്രീരാമൻ പ്രവാചകനാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പ്രബോധകർ ഉത്തരം കൊടുക്കൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ ആൾ പേര് പറഞ്ഞിട്ടില്ല. ആ പറയാത്ത കാലത്തോളം ഇന്ന ആൾ റസൂലാണ് എന്ന് നമുക്ക് പറയാൻ തെളിവില്ല. എന്നാൽ ഇന്ത്യ എന്നുള്ളത് 5000 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം, ഭാരതീയ സംസ്കാരത്തിൽ എന്തായാലും അവിടെ പ്രവാചകന്മാർ വരേണ്ടതാണ്. അപ്പോൾ അതിലിപ്പോൾ ഗീതയിലെ കാണാൻ കഴിയും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ. എവിടെയാണോ സത്യം പിന്നെ മരിക്കുന്നത്, എവിടെയാണോ അസത്യം വളരുന്നത്, യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതി അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനാം സൃജാമൃഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയണത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അപ്പം ഇതൊക്കെ എവിടെയാണോ തിന്മകൾ വരുന്നത് അവിടെയാണോ നന്മകൾ വരേണ്ടത്. അവിടെ എന്താണ്, അവിടെ അവതാരം എന്ന കൺസെപ്റ്റാണ്, ഇൻകാർണേഷൻ എന്ന കൺസെപ്റ്റാണ് ഹിന്ദു മതത്തിലുള്ളത്. പ്രവാചകത്വത്തിൽ പോലും അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പ്രവാചകനായ ഈസാ നബി, ഈസാ നബിയെ പുത്രനാക്കി മാറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ്? ഖുർആൻ പരിചയപ്പെടുത്തില്ല നമ്മൾ എന്താ മനസ്സിലാക്കുക? അദ്ദേഹം പുത്രനാണെന്നല്ലേ. വലം യത്തഖിദ് വലദൻ, അള്ളാഹ്ക്കൊരു പുത്രനുമില്ല. ലം യലിദ് വലം യൂലദ് എന്ന ഖുർആൻ്റെ ആയത്തുകളും മത്തഖദ് അല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ, അള്ളാഹ്ക്കൊരു കുട്ടിയില്ല, അള്ളാഹുവിൻ്റെ കൂടെ ഒരു ഇലാഹുമില്ല, അമിത്തഖദു മിൻ ദൂനി ഔലിയ എന്ന് ഖുർആൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വഖാലു ഇത്തഖദ അല്ലാഹു വലദ, അല്ലേ, ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റ്, അവർ അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകനാണ്, ആ പ്രവാചകൻ അവർ പ്രവാചകനായി മറച്ചു വെച്ചു. അപ്പം എല്ലാ കൗമിലും എന്താണ്, നബിമാർ വന്നിട്ട്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസാ നബിയുള്ള വ്യത്യാസം 500 വർഷത്തിന് ഡിഫറൻസാണ്. അപ്പോൾ ഈസാ നബി ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രവാചകത്വം മൂസാ നബിക്ക് ശേഷമുള്ള ഏറ്റവും പ്രശസ്തനായൊരു പ്രവാചകൻ ഇവിടെ ഇല്ലാതാകാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അമ്പിയാക്കന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞത് 25 തവണയാണ് ഖുർആൻ പറഞ്ഞത്. 1,24,000 പിന്നെ ആളുകൾ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന്. ചില ആളുകൾ അറിയുന്നില്ല നമ്മൾ എന്താ ആരാണെന്ന്. ഇനി ഇസ്രായേലുകാർക്ക് തന്നെ ഒരുപാട് പ്രവാചകന്മാർ വന്നത്, ഒരു ദിവസമൊക്കെ ജീവിച്ച പ്രവാചകന്മാരുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ യഖ്തുലൂന നബിയ്യിന ബിഗൈരി ഹഖ്, ഒരു തെറ്റില്ലാതെ പ്രവാചകന്മാരെന്ത് ചെയ്യും? അവർ കൊല്ലും. റസൂലാണെന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും? കൊന്നുകളയും. വലഖദ് അർസൽന റുസുലൻ മിൻ ഖബ്ലിക്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചു. മിൻഹും മൻ ഖസസ്ന, ഖസ്വസ എന്നാണ് നടത്തുന്നത്. ഖസ്വസ എന്താ ഖിസ്സ എന്ന് പറഞ്ഞാൽ നഹ്നു നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. എന്താണ് ഖിസ്സയുടെ പർപ്പസ് എന്ന് ഖുർആൻ പറയുന്നത്? എല്ലാ തോതി സൂറത്ത് ഹൂദിലെ 120 വചനം. എന്താണ് പ്രവാചക ഹിസ്റ്ററി കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്? 3 കാര്യമാണ്. സൂറത്ത് ഹൂദ് ശുക്രങ്ങളെ ഓതിയിൽ അതിൽ സൂറത്ത് ഹൂദ് എത്രാമത്തെ ആയത്താ? 11. قُلْ نَقُصُّ عَلَيْكَ مِنْ أَنْبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ. ഖിസ്സയുടെ പർപ്പസ് എന്താ? നിങ്ങൾക്ക് ടു ബി സ്റ്റഡ്ഫാസ്റ്റ് ഇൻ ദ ട്രൂത്ത് എന്നാണ്. നിങ്ങൾ ടു ബി ബോൾഡ്, നിങ്ങൾ
ബോൾഡും സോളിഡും സ്റ്റഡ്ഫാസ്റ്റ്നെസ്സും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ട്. എല്ലാ കഥ കേട്ടാലും ഉണ്ടാവുമോ? ഹൃദയത്തിന് ഉറപ്പ് കിട്ടാൻ. രണ്ടാമത്തോ വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ചരിത്രത്തിൽ സത്യവും അസത്യവും ഉണ്ട്. സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ. ചരിത്രത്തിൽ അസത്യമുണ്ട്. ഈസാ നബി ജീവിച്ച് അസത്യമായിട്ട് നമ്മൾ കാണുന്നില്ലേ? ഈസാ നബിനെ ദൈവമായി എന്ന് പറഞ്ഞു. സർവത്തിൻ്റെയും ദൈവമായ യേശുക്രിസ്തു നിത്യം വാഴ്ത്തപ്പെടട്ടെ എന്ന് ബൈബിളിൽ എഴുതി വെച്ചു. ഞാൻ ആൽഫയും ഒമേഘയുമാണ് എന്ന് എഴുതി വെച്ചു. അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പിന്നെ യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലെ വാക്ക് ക്രിസ്ത്യാനികൾ ദുർവ്യാഖ്യാനം ചെയ്തു. എന്നാൽ ഖുർആൻ പറഞ്ഞു അല്ല, പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ് ചരിത്രത്തിലെ സത്യം വെളിപ്പെടുത്താൻ. പിന്നെന്താ? ഫമൗഇളത്തുൻ, ഒരുപാട് ഉപദേശങ്ങളാണ്, ഗോൾഡൻ അഡ്വൈസസ് ആണ് പ്രവാചകന്മാരുടെ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു സൊസൈറ്റി കിട്ടുന്നത്. മൂന്നാമത്തതോ നാലാമത്തത് അല്ലേ, വദിഖ്റാലിൽ മുഅ്മിനീൻ. ദിക്റാണെന്താ? ഓർമ്മക്കുറിപ്പുകളാണ്. നമുക്ക് നമ്മൾ ഏകാന്തതയിലാകുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ പ്രവാചകന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. യാ അബാബക്കർ മാലക ഇസ്നൈനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കറെ, താങ്കൾക്ക് എന്ത് സംഭവിച്ചു? രണ്ടാളല്ലല്ലോ, മൂന്നാമത്തെ ഒരു പടച്ചനുണ്ടല്ലോ. ഇതുപോലെ ചരിത്രത്തിൽ ഓർമ്മക്കുറിപ്പുകൾ. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇസ്രായേലി സന്തതികളെ മുഴുവൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവിടെ എത്തിയപ്പോൾ, കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫിറൗൻ ബാക്കിലൂടെ വന്നപ്പോൾ പറഞ്ഞു ഇന്നാല മുതറക്കൂ മൂസ, എവിടുക്കാൻ ഞങ്ങളെ കൊണ്ടുപോയത്? പിടിക്കപ്പെട്ടില്ലോ. ഖല്ല, ഇല്ല, അങ്ങനെ പിടിക്കപ്പെടുന്നവരല്ല നമ്മൾ. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ റബ്ബുണ്ട്. നിങ്ങളെ കൂടെ ഉണ്ടോ എന്നറിയാം. എൻ്റെ കൂടെ റബ്ബുണ്ട്. എന്താണ്? സയഹ്ദീൻ. അവിടെ സയഹ്ദീൻ എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു എന്നുള്ളത് എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ്. ചില സ്ഥലത്ത് ഖുർആൻ സയഹ്ദീൻ എന്ന് ഉപയോഗിച്ചാൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഹൃദയത്തിന് സ്ഥൈര്യം. രണ്ട്, സത്യം വെളിപ്പെടുത്തുന്നു, അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആവേശം നൽകുന്നു. മൂന്ന്, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഉള്ള സംഹിതയാണ് പ്രവാചകന്മാരുടെ ചരിത്രം. നാല്, ദിക്റാലിൽ മുഅ്മിനീൻ, ഉത്ബോധനമാകുന്നു. ഇനി ഖസ്സന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ, ഖസ്സന്റെ അർത്ഥം എന്താ? ധൈര്യമായിട്ട് പറഞ്ഞോളി. ഖസ്സ എന്ന അർത്ഥം എന്താ അറബിയിൽ? ഇപ്പം കഥ എന്ന് പറയാൻ തോന്നില്ലല്ലോ. കുറച്ചുകൂടി പഠിച്ചാൽ ഞങ്ങൾ തോന്നുന്നു കഥ എന്ന് പറയാൻ തോന്നില്ല. കഥ എന്ന് കത്രികക്ക് എന്താ അറബി പറയാ? സിസറിന് എന്താ പറയാ? ഒന്നുമില്ലേ ടൈലറോട് അല്ലെങ്കിൽ ബാർബർ ഷാപ്പോട് ചോദിച്ചു. മഖസ് അല്ലെങ്കിൽ മഖസ് എന്ന് ഉപയോഗിക്കും. ഒരു മഫ്അലച്ച് ഉപയോഗിക്കുക, മഖസ് ഉപയോഗിക്കും, കത്രിക ഉപയോഗിക്കും. ഞാനതോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ ആരെ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയില്ല. ഖസ്സ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തു എന്നാണ്. മുഴുവൻ പറയില്ല, മുറിച്ചു വെച്ചു എന്നാണ്. കത്രിക എന്തിനാ ഉപയോഗിക്കണേ? മുറിക്കാൻ. ഇതിൽ കഥ പറയാൻ എവിടെയെങ്കിലും ഉണ്ടോ? സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? കഥ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി നമ്മൾ കഥ പറയാം. അധികം ഇല്ലാത്തായിരിക്കും പറഞ്ഞു കൊടുക്കുക അല്ലേ? ഉള്ളതിന് ചരിത്രം എന്നാ പറയാ, ഹിസ്റ്ററി എന്നാ പറയാ അല്ലേ? യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് ചരിതമാണ്, ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഖുർആൻ പറയുന്നത് ഒന്നും കെട്ടുകഥകളല്ല, അത് അസാത്തീറുകളല്ല, പഴയകാല കെട്ടുകഥകളല്ല, അതുപോലെ തന്നെ ഇതിഹാസങ്ങളല്ല, പിന്നെ വേറെന്തെങ്കിലും വസ്തുക്കളല്ല. അതുകൊണ്ടാണ് ഖസ്സ എന്ന് പറഞ്ഞത്. ചില ആളുകളുടെ ചരിത്രം നാം നിങ്ങൾക്ക് മുമ്പിൽ കഷ്ണമായി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പ്രവാചകന്മാരെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ചരിത്രം കൂടുതൽ പറഞ്ഞത്? മൂസാ നബി. എത്ര സൂറത്തിൽ മൂസാ നബിന്റെ ചരിത്രം പറഞ്ഞു?
മൂസാ നബി ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ വല്ലാതെ കുറച്ചുങ്ങൾ ഏറ്റവും കൂടുതൽ എത്ര പ്രാവശ്യം പറഞ്ഞു? പോരാ. എത്ര? 36 പോരാ, 136. കറക്റ്റ്, 136 തവണ. എത്ര സൂറത്തിൽ പറഞ്ഞു? 4 അല്ല, 26 അല്ലെങ്കിൽ 27, രണ്ട് ചെറിയ സംശയമുണ്ട്. അതൊന്നും ഉറപ്പാണ്. 26 സൂറത്തുകളിലായിട്ട് 136 തവണ മൂസാ നബിന്റെ കഥ പറഞ്ഞു. മൂസാ നബിന് ശത്രു ആയിരുന്നു? ഫിറോന്റെ ഖുർആൻ എത്ര ഉപയോഗിച്ചു? ഈ ഉപയോഗിക്കുന്നത് അർത്ഥമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാനതിന് ഗൗരവ ഒരു ഹിസ്റ്ററിയെ ഖുർആനെ വെളിപ്പെടുത്തിയതിൻ്റെ ഏറ്റവും പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ രണ്ട് സ്റ്റാറ്റിക്സ് കൊടുക്കുന്നത് ഇതിന് ഡെസിമൽ നമ്മൾ മനസ്സിലാക്കണം. 74 തവണ പ്രവാചകന്റെ പേര് മുഹമ്മദ് ഉപയോഗിച്ച് 4 തവണ. ഒരു സ്ഥലത്ത് അഹമ്മദ്, അഹമ്മദ് 5 തവണ. ഈസാ നബി ഉപയോഗിച്ച് 25 തവണ. ഇങ്ങനെ ഇതിനേക്കാളും കൂടുതൽ മൂസാ നബി ഉപയോഗിച്ചു. മൂസാ നബിന്റെ അന്നത്തെ ഫിർഔൻ ഉപയോഗിച്ചു. അപ്പം എന്താ, ആ ചരിത്രം അത്രക്കും പ്രാധാന്യമാണ് ലോകത്ത്. മനുഷ്യ ചരിത്രത്തിൽ പിന്നെ മനുഷ്യന്റെ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ് മുതൽ ഇങ്ങോട്ട് നൂഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ, മൂസാ നബിയുടെ പോലുള്ള ചരിത്രങ്ങൾ മഹാ ചരിത്രങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അത് ഇങ്ങനെ പരിചയപ്പെടുന്നത്. വമിൻഹും മൻ ഖസ്വസിന. അപ്പം നമുക്ക് ഓർമ്മ വരണം, ചില ആളുകൾക്ക് ഖുർആനിൽ ഒരുപാട് സൂറത്തെടുത്ത് പറഞ്ഞു. സൂറത്ത് ത്വാഹയൊക്കെ ഏകദേശം ആരതാണ്? മൂസാ നബി. ചില ആളുകളുടെ ഒരു സൂറത്തിൽ മാത്രം ഒതുക്കി പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? സൂറത്ത് യൂസുഫിലെ ഏകദേശം അതന്നെ. ആ സൂറത്ത് യൂസുഫ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂസുഫ് തുടങ്ങുമ്പോൾ തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഇത് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെന്താണ്, നമ്മൾ രാത്രി വയറ് കേട്ടാൽ വിശ്വസിക്കും അല്ലേ? അപ്പം മുമ്പ് ഈ സമൂഹം ഇത്ര കറക്റ്റുള്ള ഒരു ജെന്യൂൻ ഇൻഫർമേഷനത്തിനായിരുന്നില്ല. എന്നാൽ താങ്കൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നു. കാരണം എന്താ, യൂസഫ് നബിയുടെ ചരിത്രത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിന് ഒരുപാട് പ്രത്യേകത. നിലവിലുള്ള ഇസ്രായേൽ സന്തതികളെ പലസ്തീനുകളിൽ നിന്ന് പിന്നെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ഈജിപ്തിൽ ഉള്ള ഇസ്രായേൽ സമൂഹവും മൂസാ നബിയുടെ ചരിത്രമൊക്കെ ഉണ്ടാകുന്ന പിന്നെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിന് എന്താണ്, വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ഇതുപോലെ മനോഹരമായ ചരിത്രം എന്നാണ്, മനോഹരമായ ചരിത്രം താങ്കൾക്ക് നാം പറഞ്ഞു തരുന്നു ഈ ഖുർആനിലൂടെ. ഈ ഖുർആൻ പറയുന്നതിന് മുമ്പ് താങ്കൾ അശ്രദ്ധനായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ പലതും ശ്രദ്ധിക്കപ്പെടാത്ത ചരിത്രത്തിൻ്റെ ഭാഗങ്ങളെ. അതുകൊണ്ടാണ് ഖാസ് വാസിന എന്നുള്ളത്. എന്നാൽ ഖുർആൻ ചരിത്ര ഗ്രന്ഥാണോ? അല്ല. ഖുർആൻ ഒരു ഹിസ്റ്ററി ബുക്കല്ല. ലൈസ ബി കിതാബി ഖിസ്വസിൻ, ചരിത്രം കഥ പറയാനുള്ള ഗ്രന്ഥമല്ല. ഒലൈസ ബി കിതാബി താരീഖിൻ, ഒരു ചരിത്രത്തിൻ്റെ ഗ്രന്ഥമല്ല. വലൈസ ബി കിതാബി റിവായത്തിൻ, ഒരു നോവൽ പറയുന്ന പോലെ പറയുന്നതല്ല. ബൈബിളിൻ്റെ പഴയ നിയമത്തിലൂടെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന 5 പുസ്തകം കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ അതിലേക്ക് പോയി. ഏകദേശം പഴയ നിയമത്തിന് 39 പുസ്തകങ്ങളിൽ ഈ പിന്നെ യെശയ്യ, ഈ രമ്യ, അതുപോലെ തന്നെ ദാവീദിൻ്റെ സങ്കീർത്തനം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രവാചക പുസ്തകങ്ങളുണ്ടായില്ല. പ്രവാചക പുസ്തകങ്ങൾ ഏകദേശമൊക്കെ സ്റ്റോറി A to Z പറഞ്ഞെടുത്തുക. ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ ഒരു സ്റ്റോറി ബഖറയിൽ പറയും, അത് ആലിമ്രാനിൽ പറയും, അത് പറയും, അതിൻ്റെ അടിയിൽ വേറെ വിഷയം പറയും, അതിൻ്റെ അടിയിൽ വേറെ പറയും, ചില സുഹൃത്ത് കുറേ പറയും. സുഹൃത്ത് ത്വാഹ ആദ്യം പറഞ്ഞു, പിന്നെ വേറെ ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങൾ, പരലോകം, ആഖിറത്ത്, സയൻസ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചരിത്രം പഠിപ്പിച്ച ആളുകളുണ്ട്, പഠിപ്പിക്കാത്ത ആളുകളുണ്ട്. വമിൻഹും മല്ലം നഖ്സുസ് അലൈക്. അപ്പോൾ ഏറ്റവും പാഠം ഉൾക്കൊള്ളേണ്ട, ഏറ്റവും പ്രാധാന്യമുള്ള
പ്രവാചകന്മാരെ പറഞ്ഞു. അതിൽ തന്നെ പ്രാധാന്യമുള്ള 5 പ്രവാചകന്മാരുണ്ട്. അവരെ പറ്റി എന്താ പറഞ്ഞത്? നിങ്ങൾ ഉലുൽ അസ്മ് ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. പഞ്ചപ്രവാചകർ, അങ്ങനെയും ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ട്. നബിക്ക് അള്ളാഹു നൽകിയ വഹിയിലൂടെ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഇനി ഇങ്ങനെ കിസ്സകളാണ്. അതിൽ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ കഥകൾ നമ്മൾ വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ആ കഥകൾ ഓർമ്മ വരിക എന്നുള്ളതാണ്. പ്രവാചകന്മാരല്ലാത്ത ആളുകളുടെ കഥകളും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അഹ്ലു ഗഫാരെ കഥ പറഞ്ഞിട്ടുണ്ട്, മറിയമിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഖിസ്സ എന്ന് പറയാം, അതിൻ്റെ ചരിത്രഭാഗം ആലിമ്രാൻ്റെ ചരിത്രഭാഗം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനുമുള്ള സംഭാഷണം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില പ്രവാചകരല്ലാത്ത ഖിസ്സകളും ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ദുറൂസും ഖിബറും പാഠങ്ങളും വാർത്തകളും അതുപോലെ തന്നെ നമുക്കതിനുള്ള പ്രതീക്ഷകളൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ്. അടുത്തത് ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം. വമാ കാന ലിറസൂലിൻ, ഒരു പ്രവാചകനും സാധ്യമല്ല അൻ യഅ്തിയ ബിആയത്തിൻ, ഒരു ദൃഷ്ടാന്തവുമായി വരാൻ, ഇല്ലാ ബിഇദ്നില്ലാഹ്, ആരുടെ സമപ്രകാരം? സാധാരണ ഈ പ്രവാചകന്മാർക്ക് മഹത്വം നൽകൽ, പ്രത്യേകിച്ച് നമുക്കിതിനൊക്കെ ഉദാഹരണം കൊടുക്കാനുള്ളത് ക്രിസ്തു മതം തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈസാ നബി ദൈവമാക്കുന്നു വെച്ചാൽ അവർ പറയും ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു, ലാസറിനെ ജീവിപ്പിച്ചു എന്ന് ബൈബിളിലുണ്ടല്ലോ എന്ന് പറയും. ഖുർആൻ പറയുന്നത്, ഖുർആൻ എന്നല്ല ബൈബിൾ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, അതൊക്കെ വഉഹിയിൽ മൗത ബിഇദ്നില്ലാഹ് വയുഹിയിൽ മൗത ബിഇദ്നി, ഇങ്ങനെ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്, അല്ലേ? വഉനബ്ബിഉകും ബിമാ തദ്ഖറുന ഫീ ബുയൂതികും വമാ തഅക്കുലൂന വമാ തദ്ഖറുന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ പറഞ്ഞുതരും. നിന്റെ വീട്ടിൽ ഇതല്ലേ, നിന്റെ വീട്ടിൽ ഇന്ന് കഴിക്കാനുള്ള നാളേക്ക് വേണ്ടി എടുത്തു വെച്ചതല്ലേ, എല്ലാം ഞാൻ പറയാം. ഒക്കെ എന്താണ്? ഇതിനില്ല, സ്വന്തമായി ഞാനൊന്നും പറയില്ല എന്ന് ഈസാ നബി പ്രഖ്യാപിച്ചു. അപ്പൊ എന്ത് ദൃഷ്ടാന്തങ്ങളുണ്ടോ, ഇപ്പൊ മൂസാ നബി കൊടുന്ന ദൃഷ്ടാന്തം, മൂസാ നബിയോട് ഖുർആൻ പറയും ലാ തഖഫ് എന്നല്ലേ, വടിട്ടപ്പോ തന്നെ പാമ്പായി. അപ്പൊ പ്രവാചകൻ പേടിച്ചു. ഫൗജസ ഫീ നഫ്സി ഖീഫതം മൂസ, മൂസാ നബിയുടെ മനസ്സിൽ ഭയം വന്നപ്പോൾ ലാ തഖഫ് സനുഈദുഹ സീറതഹൽ ഊല, അതിന് ഞാൻ അതിൻ്റെ ആ വടി തന്നെ ആക്കിത്തരാം, താങ്കൾ ഭയപ്പെടേണ്ട. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടൽ മുറിച്ചു കിടക്കുന്ന സമയത്ത് ഭയപ്പെട്ടു, വടിയിട്ട. അപ്പോൾ പറഞ്ഞു അൽഖിമാ ഫീ യമീനിക്, അല്ലേ, വലത് കൈയിലുള്ളത് ഇടു മൂസ, അടിക്കും. വളിർബി അസാക്കൽ ബഹർ, വളിർബി അസാക്കൽ ബഹർ, കടലിനെ അടിക്ക് മൂസ. മൂസാ നബി അടിച്ചു. അപ്പം അത് കെത്തൗദിൽ അലീം, 2 പർവ്വതങ്ങളെ പോലെ അങ്ങനായി നടയിലൂടെ നടന്നു പോയിക്കുകയാണ്. മൂസാ നബിയും ഫിർഔനും സംവാദം നടക്കുകയാണ്, ഒന്ന് മാജിക്കും ഒന്ന് മുഅ്ജിസത്തും. അപ്പം അവിടെ ആർക്കും ഭയണ്ടായി മൂസാ നബിക്കരെ. വഅൽഖി മാ ഫീ യമീനിക്, വലത് കയ്യിലിട്ട മൂസ, തൽഖഫ് മാ സനഉ, അവരുണ്ടാക്കിയത് മുഴുവൻ വിഴുങ്ങിപ്പോകും. ഇതാണ് ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം മാത്രമാണ് പ്രവാചകന്മാർ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ഇത് അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. ഇതിന് മുഅ്ജിസത്ത് എന്ന് എന്താ? ഖുർആൻ 2 രീതിയിൽ ഉപയോഗിച്ചു. ആയത്ത് ഉപയോഗിച്ച്, മുഅ്ജിസത്ത് ഉപയോഗിച്ച്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ആജസ അന്ന, അല്ലെങ്കിൽ ആജിസ അൻ, ഒരു ആൾക്കും ആളുകൾ എന്തൊന്നിലാണോ ശക്തി ഇല്ലാതാകുന്നത് അതാണ് മുഅ്ജിസത്ത്. അപ്പോൾ വടി ഇട്ട പാമ്പാവും, അതെല്ലാവർക്കും കഴിയും. മൂസാ നബി ഫിറൗൻ പറയില്ലേ,
ഫിറോന് അവൻ്റെ ആളുകളോട് പറഞ്ഞില്ലേ, ഇത് അവനെ പഠിപ്പിച്ചതിൻ്റെ മാസ്റ്ററാണ്, അതുകൊണ്ട് നല്ല കഴിവോടുകൂടി പഠിച്ചൊരു ശിഷ്യനായതുകൊണ്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ മാസ്റ്റേഴ്സ് എന്താ പിന്നെ അവരെന്ത് ചെയ്തു? അവർ ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന മൂസ, ഞങ്ങൾ വിശ്വസിച്ചു, ഇത് ഞങ്ങളുടെ മാസ്റ്ററല്ല, ഇത് മാജിക്കല്ല, ഇതൊന്ന് വേറൊന്നാണ്. ജനങ്ങൾ അശക്തമാവുകയാണ്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ അന്ന് മെഡിക്കൽ സയൻസ് ഏറ്റവും ഡെവലപ്പായ കാലമാണ്. പക്ഷേ ഇന്നും അന്നും മരിച്ചവരെ ജീവിപ്പിക്കാൻ മെഡിക്കൽ സയൻസിന് കഴിയില്ല. അന്ന് വൈദ്യന്മാരുടെ ഭയങ്കര പുരോഗതിയുള്ള ഒരു കാലഘട്ടമാണ്, പ്രവാചകന്റെ 500 വർഷം മുമ്പ്. എന്നാൽ അവിടെ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താൻ ആരുമില്ല, സുഖപ്പെടുത്തി കൊടുത്തു. അതെന്താണ്? ആയത്താണ്, മോചിസത്താണ്. മരിച്ചവരെ ജീവിപ്പിച്ചു, ആയത്താണ്, മോചിസത്താണ്. ജനങ്ങൾക്ക് എന്താണോ അശക്തമാകുന്നത് അത് കൊണ്ടുവരും, അതാണ് മോചിസത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഖുർആൻ ആയത്തെന്ന് പറഞ്ഞത് ഇവിടെ മോചിസത്താണ്, പ്രവാചകന്മാർ കൊണ്ടുവരുന്ന മോചിസത്തുകൾ. അത് അള്ളാഹുവിൻ്റെ സമ്മതം വേണം. ഇനി എന്തും, ഇനി കറാമത്തായാലും വിചാരിച്ചമാരി കാണിക്കാൻ കഴിയുമോ? കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇദാ റഅയ്ത റജുലൻ യംശി അലൽ ബഹർ വയംശി അലൽ ഹവ, കാറ്റിലൂടെ നടക്കുകയാണെങ്കിലും കടലിലൂടെ നടക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ മേലെ നടക്കുകയാണെങ്കിലും അലൽമാ, ഈ വെള്ളത്തിൻ്റെ മേലെ നടക്കുകയാണെങ്കിൽ എന്താണ്? വിശ്വസിക്കാൻ പറ്റില്ല, കറാമത്താണ്, പിന്നാലെ പോണ്ടെന്നാ ഷാഫി മദ്ഹബ് പഠിപ്പിക്കുന്നത്. അപ്പം അതെന്താണ്? അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. കറാമത്തുള്ള ആൾ എനിക്കിതാ നടക്കാൻ കഴിയും, നിങ്ങളും നടന്നാണി എന്ന് അങ്ങനെ വെല്ലുവിളിക്കൂല. ഞാനിതാ ചെയ്യുന്നു, നിങ്ങളൊന്ന് ചെയ്താണി എന്ന് വെല്ലുവിളിക്കൂല. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഒരു ആദരവാണ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരല്ലാത്ത അടിമകൾക്ക് അവരുടെ ഇബാദത്ത് കൊണ്ടും തഖറുബ് കൊണ്ടും അവർ അള്ളാഹുമായുള്ള ബന്ധം കൊണ്ടും അള്ളാഹു അവരെ സംരക്ഷിക്കാനും അവരെ ആദരിക്കാനും നൽകുന്ന പവിത്രമായ ചില ഗുണങ്ങളാണ് സാധാരണ മനുഷ്യന്മാർക്കുള്ളത്. അമ്രുൻ ഖാരിഖുൻ ലിൽ ആദ, അതായത് ജനറലി അത് നിലവിലുള്ള പ്രകൃതിക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് വിരുദ്ധമായ വിഷയം മുഅ്ജിസത്ത് നൽകുന്ന അതേ വ്യാഖ്യാനം തന്നെ ഖറാമത്തിനും പണ്ഡിതന്മാർ അതിൻ്റെ തഅരീഫ് നൽകിയപ്പോൾ നൽകിയത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കുക. നമ്മൾ അർത്ഥം പറഞ്ഞാണ് ഫഇദാ ജാഅ അംറുല്ലാഹി വബിൽ ഹഖ് വഖസിറ ഹുനാലിക്കൽ മുബ്തിലൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അള്ളാഹു വ്യക്തമായി സത്യത്തോടുകൂടിയാണ് അത് വിധിക്കുന്നത്. അതിൽ വിധി വരുമ്പോൾ അസത്യവാദികൾക്ക് നഷ്ടമായിരിക്കും. ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത് ഒന്ന് പ്രവാചകന്മാരയച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്. അതിൽ ചില പ്രവാചകന്മാരെ പറ്റി വിവരിച്ചു, ചില പ്രവാചകന്മാരെ പറ്റി വിവരിച്ച് തന്നിട്ടില്ല. എന്നാൽ അമ്പിയാക്കന്മാർ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഒന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ. അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വരുമ്പോൾ, അവൻ്റെ കൽപ്പന വന്നെത്തിയാൽ കാര്യങ്ങൾ സത്യത്തിൽ യഥാവിധി വിധിക്കപ്പെടും. അന്നേരം ആ ദിവസം അസത്യവാദികൾക്ക്, സത്യത്തിൻ്റെ നിഷേധികൾക്ക് അവർക്ക് നഷ്ടമാണ് ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കാനും അതിനെപ്പറ്റി അറിയാനും ചിന്തിക്കാനുമുള്ള തൗഫീഖ് പടച്ചവൻ നമുക്ക് നൽകുമാറാവട്ടെ. സമാധാനവും രക്ഷയും ശാന്തിയും സ്വസ്ഥതയും ജീവിതത്തിന് ഭദ്രതയും നാഥ നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, അമ്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലും ഇവിടെയും എല്ലായിടത്തും നൽകണമേ നാഥ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه وصلى الله عليه وآله وأصحابه وسلم. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.